ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമാണോ? ഇന്ന് നമുക്ക് ഈ വഴുതനങ്ങയും കൊണ്ട് ഒരു കറി തയ്യാറാക്കാം. ഈ വഴുതനങ്ങ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. വഴുതനങ്ങ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചു. 2 സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു ലേശം വെള്ളം ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ വഴുതനങ്ങയിലേക്ക് മസാലയൊക്കെ നല്ലോണം പുരട്ടി കൊടുക്കാം. പാൻ അടപ്പത്ത് വെച്ചു, അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ മസാല പുരട്ടി വെച്ച വഴുതനങ്ങ നമുക്ക് ഓരോന്നായി ഇട്ട് കൊടുക്കാം. ഈ വഴുതനങ്ങ ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഒന്ന് തിരിച്ചും മറിച്ചൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഈ വീഡിയോ ഇഷ്ടമായ ഒന്ന് ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഈ കുറച്ച് വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്യാൻ, അല്ലെങ്കിൽ മസാലയൊക്കെ അങ്ങ് കരിഞ്ഞു പോകും. വഴുതനങ്ങ ഫ്രൈ ആയി വന്നിട്ടുണ്ട്, നമുക്ക് കോരിയെടുക്കാം. അപ്പോൾ ബാക്കിയും കൂടെ ഫ്രൈ ആക്കി എടുക്കാം. ഇതിനായിട്ട് 1 കപ്പ് തൈര് എടുത്ത് ഉടച്ചു വെച്ചേക്കണാണിത്. 4 പച്ചമുളക് നടുവെ കണ്ടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ലേശം ഇഞ്ചിയും വെളുത്തുള്ളി, ഉള്ളി, കരിയാപ്പല. ഒരു പാൻ അടപ്പത്ത് വെച്ച് അതിലേക്ക് ലേശം എണ്ണ ഒഴിച്ചു കൊടുക്കാം. കടുക് ഇട്ട് കൊടുക്കാം. ജീരകം, ലേശം ഉലുവ ഇട്ട് കൊടുക്കാം. ഇനി വെച്ചെല്ലാം കൂടെ ഇട്ട് കൊടുക്കാം. 2 വറ്റൽമുളകും കൂടെ ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ നല്ലൊരു ഗോൾഡൻ കളർ ആവുന്നവരെ ഒന്ന് വറുത്തെടുക്കാം. ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. അതിലേക്ക് 1 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, പച്ചമണം ഒന്ന് മാറുന്ന വരെ ഒന്ന് വരട്ടിയെടുക്കാം. ഉടച്ചു വെച്ച തൈരിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഫ്രൈ ആക്കി വെച്ചാർന്ന വഴുതനങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്യാം നന്നായിട്ട് എല്ലാം കൂടെ. അപ്പം നമ്മുടെ സൂപ്പർ കറി ഇവിടെ റെഡിയായി. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ കറിയാണ്. വേറെ കറിയൊന്നും വേണ്ട, ഈ കറി മാത്രം മതി. വയറ് നിറച്ച് ചോറുണ്ണും ഈ കറി ഉണ്ടെങ്കിൽ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു.